ദാസൻ ഇവരൊക്കെ അല്പം മിനിറ്റുകൾ അവർ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 35 മുതൽ ഉള്ള താഴോട്ടുള്ള വേദഭാഗങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പറയുന്നത് പ്രധാനമായിട്ടും യേശു 5000 പോഷിപ്പിക്കുന്ന വലിയൊരു മഹൽ സംഭവം അല്ലെങ്കിൽ വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ആ വേദഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് ചില ദൈവിക ദൂതുകൾ അല്ലെങ്കിൽ ആ വേദഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, പൊതുവെ നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് He is a great God, grand God, glorious God, and maybe He is a God of a sovereign God. ഇങ്ങനെയൊക്കെ അപ്രമാദിത്വമുള്ള മഹാനായ ദൈവം അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ദൈവം, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്നതെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ മറ്റൊരു മുഖമെന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അല്പത്തിലും പോലും പ്രൈസ് ദി ലോർഡ്, അല്പം കുറവായതിൽ പോലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിശയങ്ങളെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. സോ അവർ ഗോഡ് ഈസ് നോട്ട് മിയർലി എ ഗ്രേറ്റ് ആൻഡ് ഗ്രാൻഡ് ആൻഡ് ഗ്ലോറിയസ് ഗോഡ്, ബട്ട് ഹി ഈസ് ഓൾസോ എ ഗോഡ് ഹു വർക്ക്സ് ഇൻ ദി ലിറ്റിൽ തിങ്സ്. ചെറിയ കാര്യങ്ങളിൽ പോലും അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവാണ്. ഈ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം, യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പോകുന്ന വേളയിൽ അവരിങ്ങനെ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ പാർത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരിക്കൽ യേശുവും തൻ്റെ കൂടെയുള്ളവരെല്ലാം അതിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 6-ന്റെ വാക്യം ഒന്ന് വായിക്കാം. എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്കോടി അവർക്ക് മുമ്പേ എത്തി. യേശുവും ശിഷ്യന്മാരും ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആരവിടേക്ക് എത്തുകയാണ്? ഈ പുരുഷാരമെല്ലാം യേശു വരുന്നിടത്ത് യേശുവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ, യേശുവിൽ നിന്നുള്ള ദൈവിക വചനങ്ങൾ കേൾക്കാനായിട്ട് അവർ യേശു ചെല്ലുന്നതിന് മുമ്പേ അവിടെ എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, സംഘാടകർ എത്തുന്നതിന് മുമ്പ് തന്നെ ജനം വന്ന് കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ കൺവെൻഷനോ സഭായോഗമോ മീറ്റിങ്ങോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചെയറൊക്കെ ഇട്ട് സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോഴും ആൾക്കാരൊന്നും വന്ന് കയറത്തില്ല. എന്നാൽ ഇവിടെ നോക്കിക്കേ, യേശു എത്തുന്നതിന് മുമ്പേ അല്ലെങ്കിൽ യേശുവും ശിഷ്യന്മാരും എത്തുന്നതിന് മുമ്പ് തന്നെ പുരുഷാരമെല്ലാം അവിടെ എത്തി നിൽക്കുകയാണ്. ഞാൻ അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിൽ 3 പ്രധാനപ്പെട്ട ഒരു ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം. അതിൽ പ്രധാനമായി കാണുന്നത് പ്രൈസ് ദി ലോർഡ്, ദ ലോർഡ് ഓഫ് ദ ലിറ്റിൽ, അല്ലെങ്കിൽ അല്പമായുള്ളതിൽ നിന്ന് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന അത്ഭുതങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ അതിശയങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ഹീ ഈസ് ദ ലോർഡ് ഓഫ് ലിറ്റിൽ ഫിയേഴ്സ്. അതായത് അത് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലിറ്റിൽ ഫിയർ എന്താണ്, ചെറിയ പേടി എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്കറിയാം ഇവിടുത്തെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ ജനമെല്ലാം യേശു എത്തുന്നതിന് മുമ്പ് തന്നെ ആ ദേശത്ത് എത്തി യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 36-ാമത്തെ വാക്യം. നേരവും നന്നേ വൈകി ഭക്ഷിപ്പാനില്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് ഒരു കമാൻഡ് ശിഷ്യന്മാരോട് പറയുകയാണ്. അവരെന്ത് ചെയ്യണം? അടുത്തുള്ള ഊരുകളിലെല്ലാം പോയി ഭക്ഷണം കഴിക്കാൻ അവരെ പറഞ്ഞയക്കണം. എപ്പോഴാ? നന്നേ വൈകി കഴിഞ്ഞപ്പോൾ, ഒരു അസമയമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറയാണ്, അവരെ എല്ലാം എന്ത് ചെയ്യണം? പറഞ്ഞു വിടണം. ഇത് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ മരുഭൂമി പോലുള്ള സ്ഥലത്ത് എല്ലാവരും ഒന്നിച്ചു കൂടി അവിടെ ഇങ്ങനെ വലിയ കൺവെൻഷൻ പോലെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നിടത്ത് നിന്ന് അവരോട് പറയുകയാണ്, എവിടോട്ടെങ്കിലും അവരെ പറഞ്ഞു വിട്ടേക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം ഒരു ദിവസത്തെ വഴി യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഇവരീ പറയുന്ന ഊരുകളിലും ഇവരീ പറയുന്ന പട്ടണത്തിലും എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഇവർക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു ഭയങ്കരമായി ഇവരെ ഭയപ്പെടുത്തുന്ന ഒരു കമാൻഡാണ് പറഞ്ഞത്. ഇവരെ എന്ത് ചെയ്യണം?
പറഞ്ഞു വിടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാധാരണ പറയാറുണ്ട് എവറി മീറ്റിംഗ് ഈസ് ഹാവിങ് എ ഈറ്റിംഗ് എന്നും പറയാറുണ്ട്. എല്ലാ മീറ്റിങ്ങിനും എന്തുണ്ട്? ഈറ്റിംഗ് ഉണ്ടെന്നുള്ളത് പൊതുവെ ഒരു പറച്ചിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇവർ വന്നിട്ട് അവർ ശിഷ്യന്മാർ എന്നിട്ട് ഇവരോട് പറയണം, ബൈ ബൈ, ഫുഡൊന്നും ഇല്ല, പൊക്കോ എന്ന് എന്ത് ചെയ്യണം? പറയണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയണമെങ്കിൽ ഇച്ചിരി തൻ്റെ ഇടം വേണം ഈ ശിഷ്യന്മാർ. കാരണം ഇവർ ഇത്രയും നേരം വൈകി വരെ ഇവരുടെ കൂടെ ഇരുന്നിട്ട് അവർക്കൊരു ഭക്ഷണം പോലും നൽകാതെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ സംഘാടകരായ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, പ്രൈസ് നമ്മുടെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, എന്തെങ്കിലും പ്രോഗ്രാം മാനേജ് ചെയ്യുമ്പോൾ ഫുഡ് തികഞ്ഞില്ലെങ്കിൽ അവർക്കുണ്ടാക്കുന്നൊരു ടെൻഷൻ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഫുഡ് വന്നില്ലെങ്കിൽ അവർക്കുള്ള ടെൻഷൻ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ റെനി ബ്രദറിനോടൊക്കെ ചോദിച്ചറിയാം, ആ ഫുഡിൻ്റെ സമയമാകുമ്പോഴേ അവരൊക്കെ ടെൻഷനാണ്, എങ്ങനെയെല്ലാം കൊടുത്ത് പറ്റിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൊതുവേ ഈ ഫുഡ് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം തന്നെ എല്ലാവരുടെയും എന്ത് ചെയ്യും? ഹൃദയത്തിൽ ഭയം തട്ടി. അവരെല്ലാവരും പറഞ്ഞു, ഇത് എങ്ങനെ സാധിക്കും? ഇത് എങ്ങനെ ഞങ്ങൾക്ക് ഇവരെ എങ്ങനെ പോഷിപ്പിക്കാനായിട്ട് പറ്റും? കർത്താവേ, നീ പറഞ്ഞ കമാൻഡ് അല്ലെങ്കിൽ നീ പറഞ്ഞ വാക്ക് അസ്ഥാനത്ത് നീ നല്ല വർത്തമാനമാണല്ലോ പറഞ്ഞത്, ഇവരെ പറഞ്ഞു വിടാം, അവർ പോയി കഴിക്കട്ടെ എന്ന്. ഇത് കേട്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് അവർക്ക് ഭയങ്കര പേടി തട്ടി. 36-ാമത്തെ വാക്യം, നേരം നന്നേ വൈകി ഭക്ഷിക്കുവാൻ ഇല്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിക്കുവാൻ വല്ലതും കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ 37-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ശിഷ്യന്മാരെ സംബന്ധിച്ച്. കാരണം അവരെല്ലാവരും, ജനം മുഴുവൻ ഇവർക്കെതിരെ തിരിയും. കാരണം ഇവർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്നവരാണ്. അവരെ വെറും വയറ്റിൽ അവരെ പറഞ്ഞു വിടുന്നത് ഈ ശിഷ്യന്മാർക്ക് വലിയൊരു ഭയം ഉളവാക്കിയ വിഷയമാണ്. അങ്ങനെയെങ്കിൽ യേശു ഇവരോട് പ്രതിവാദിച്ച ആ പ്രതിവാദനമാണ് എന്നെ ചിന്തിപ്പിച്ചത്. യേശുവിന് ഒരു ഭയവും തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ജനം പട്ടിണിയായി പോകും എന്നത് ഓർത്തിട്ട് യേശുവിൻ്റെ വാക്കുകളിൽ ഒരു ഭയവും ഉണ്ടായില്ല. ഞാനൊരു ആത്മീയ മർമ്മം ഇവിടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ ഭയപ്പെടുന്നുണ്ട് അധികമായിട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളെ ഓർത്തിട്ട് നമ്മൾ അധികമായിട്ട് എന്ത് ചെയ്യും? ആദ്യ കൂട്ടി നമ്മൾ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരു ജോലി പോയാൽ നമുക്ക് ഭയമാകും, ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയമാകും, ഏതെങ്കിലും രോഗം വന്നാൽ നമുക്ക് ഭയമാകും, നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സിൽ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ഒന്ന് ഇച്ചിരി കൂടിപ്പോയാൽ നമുക്ക് ഭയമാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഭയമാകും. അങ്ങനെ ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ HR മാനേജർ നമ്മുടെ ഇമെയിലോട്ട് എന്തെങ്കിലും ഒരു ഇമെയിൽ അയച്ചാൽ തന്നെ നമ്മൾ ചിലപ്പം പേടിച്ചു പോകും. എന്താണ് അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് ചെറിയ മെയിൽ വന്നാൽ പോലും നമ്മൾ ഭയക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ഭയങ്ങൾ പലതാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ ഇറ്റ് ഈസ് എ ലിറ്റിൽ ഫിയർ. അതൊരു ചെറിയ ഭയം മാത്രമാണ്. ഈ യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ അപ്രോച്ച്, യേശുവിൻ്റെ ജെസ്റ്റേഴ്സ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കും. ഹി ഈസ് നോട്ട് ബോതേർഡ്, ഹി ഈസ് നോട്ട് ഫിയർഫുൾ. ആ സാഹചര്യത്തെ കണ്ടിട്ട് യേശുവിന് ഒരു ഭയവും തോന്നിയില്ല. ഇതുപോലാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളെ കണ്ട് ഭയപ്പെടുമ്പോൾ കർത്താവ് ആ വിഷയത്തെ നോക്കിയിട്ട് ഹി ഈസ് ലുക്കിംഗ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ മാറ്റർ. കർത്താവിന് അത് വലിയ അല്ലെങ്കിൽ ഭയമുളവാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ കർത്താവ് നമ്മുടെ ചെറിയ ഭയങ്ങൾ പോലും, അതെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വലിയ ഭയമാണ്. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും, പാസ്റ്ററെ ജോലി പോകുന്ന കാര്യം എന്നെ സംബന്ധിച്ചൊരു വലിയ ഭയമുള്ള വിഷയമാണ്, ജോലി കിട്ടാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ഭയമുള്ള വിഷയമാണ്. ഞാൻ അതിനെ തർക്കിക്കുന്നില്ല, ഞാൻ അതിന് എതിര് പറയുന്നില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ കർത്താവിന് നിങ്ങളുടെ ഭയം ഇറ്റ് ഈസ് എ ലിറ്റിൽ ഫിയർ, അതൊരു ചെറിയ ഭയം മാത്രമാണ്. കർത്താവിന് അതിനെ പരിഹരിക്കാനായിട്ട് കഴിയും. കർത്താവ്, ഹി ക്യാൻ സോൾവ് അവർ പ്രോബ്ലംസ്. ഫോർ ഹിം അവർ പ്രോബ്ലംസ് ആർ വെരി മിനിമൽ, അല്ലെങ്കിൽ വെരി ലെസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പലപ്പോഴും വി മാഗ്നിഫൈ അവർ ഫിയേഴ്സ്. നമ്മുടെ ഭയങ്ങളെ പലപ്പോഴും നമ്മൾ അതിനെ പർവ്വതീകരിക്കാറുണ്ട്. എന്നാൽ കർത്താവ് അതിനെ നോക്കുമ്പോൾ അത് വളരെ ലഘുവായിട്ട് കർത്താവ് അതിനെ ഹാൻഡിൽ ചെയ്യും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഞാനൊരു കാര്യം ദൈവവചനത്തിലും ദൈവാത്മാവിലും നിങ്ങളോട് വിളിച്ച് പറയാം. ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ഭയത്തോടെയാണ് ആയിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും രോഗാവസ്ഥകളെ ഓർത്തിട്ട് ഭയത്തോടെയാണ് നാം ആയിരിക്കുന്നെങ്കിൽ, നമ്മുടെ കരിയറിനെ ഓർത്തിട്ട് നമ്മൾ ഭയത്തോടെയാണ് ആയിരിക്കുന്നതെങ്കിൽ, കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ പരീക്ഷയെ കണ്ടിട്ട് ഭയത്തോടെയാണ് ഇരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ഓർത്തിട്ട് നിങ്ങൾ ഭയത്തോടെയാണ് ഇരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് അത് വലിയ ഭയപ്പെടുന്ന വിഷയമേ അല്ല. ദൈവത്തെ സംബന്ധിക്കുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ആസ് എ സീരിയസ് മാറ്റർ. അതൊരു ഭയപ്പെടുന്ന വിഷയമേ അല്ല. കർത്താവരോട് പറയുന്നത്, നീ ഊരുകളിലേക്ക് അവരെ എന്ത് ചെയ്യണം? പറഞ്ഞു വിടുക. പ്രൈസ് ദി ലോർഡ്. അവരെ എങ്ങോട്ടേലും പൊക്കോട്ടെ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാർ ഇതുപോലെ സാഹചര്യങ്ങൾ ഭയം കൂടാതെ അതിനെ വിസ്റ്റാൻഡ് ചെയ്തവരുണ്ട്. നമുക്കറിയാം, ദാനിയേലിനെ നോക്കി പറഞ്ഞാൽ സിംഹക്കുഴിയിലിടുമ്പോഴും വളരെ കൂളായിട്ട്, പ്രൈസിൽ വളരെ പുഞ്ചിരിയോടെ ആ സിംഹക്കുഴിയെ അഭിസംബോധന ചെയ്തവനാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനോട് ചോദിച്ചാൽ പറയും, കത്തുന്ന തീച്ചൂളയിലേക്ക്, കത്തുന്ന ആ വലിയ തീച്ചൂളയിലേക്ക് എടുത്തെറിയുമ്പോഴും തൻ്റെ ഉള്ളിൽ യാതൊരു ഭയവും തട്ടുവാനായിട്ട് ഇടയായി തീർന്നില്ല. അങ്ങനെ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ മുതലായ ആളുകൾ, അനേക വീരന്മാരെ നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ they were just facing the situation because they know this is a very little things to fear. അല്ലെങ്കിൽ ഇത് വളരെ ഭയക്കാൻ ഉള്ള കാര്യമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ it is very little. ഇത് വളരെ ലഘുവായ ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മെ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങൾ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, സംതിങ് ദാറ്റ് മേക്സ് അസ് ഫിയർഫുൾ, നമ്മെ നിരാശപ്പെടുത്തുകയും നമ്മെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഏത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കരത്തിലേക്ക് അതിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് അതിനെ പരിഹരിക്കാൻ, കർത്താവിനതിന് അതിൽ പരിഹാരം തരാൻ കഴിവുള്ള ഒരുവനാണ് നമ്മുടെ കർത്താവ്. രണ്ടാമത്തെ കാര്യം, He is the Lord of our little faith. നമ്മുടെ ചെറിയ വിശ്വാസത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? അവൻ മാനിക്കുന്ന ദൈവമാണ്. He is the Lord of little faith. നമുക്കറിയാം, ഇവിടെ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ, യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യം എന്താണ്? 37-ാമത്തെ വാക്യം. ഇനിയാണ് 37-ാമത്തെ വാക്യം, ഒന്ന് വായിച്ചാട്ടെ. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്നുവാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അത് പറഞ്ഞാൽ 200 സിൽവർ കോയിൻസ് കൊടുത്താലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഇവർക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ, 200 വെള്ളിക്കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഇവരുടെ ഈ 5000 പുരുഷാരത്തെ മീറ്റ് ചെയ്യാൻ, അവരുടെ ഭക്ഷണം, അവർക്കുള്ള വിശപ്പടക്കാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. 200 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 1 വെള്ളിക്കാശ് ഈസ് ഈക്വൽ ടു 1 ഡെയിലി വേജസ്. ഒരു ദിവസത്തെ ഒരാളുടെ വേജാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ശമ്പളമാണ് 1 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ 200 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 200 ഡേയ്സ്. എത്ര മാസത്തെ കാണും? ഒരു 3/4 മാസം അല്ലേ? ഓൾമോസ്റ്റ് ഒരു 7 മന്ത്സിൻ്റെ യുവർ മന്ത്ലി സാലറി ആരുടെയിലുണ്ട്? അവരുടെ കയ്യിലുണ്ട്. ഏകദേശം ഇന്നത്തെ ഒരു റഫ് എസ്റ്റിമേഷനിൽ ഏകദേശം ഒരു 35,000 മുതൽ 40,000 ദിറംസ് വരെയും ഇവരുടെ കയ്യിലിരിക്കുകയാണ്. അല്ലെങ്കിൽ അറൗണ്ട് $10,000 അവരുടെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, ഇതും കൊണ്ടും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ കയ്യിൽ 200 വെള്ളിക്കാശ് കൊണ്ടും ഇത് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എന്ന്, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ കഴിയത്തില്ല എന്ന് അവർ വളരെ ഭയത്തോടെ, വിശ്വാസമില്ലായ്മയുടെ വാക്ക് ആരോട് പറയുകയാണ്? യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സം ഡേയ്സ് ബിഫോർ they have witnessed Jesus walking on the water. യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത് ഇവർ കണ്ടതാണ്. Praise the Lord. Some days before they saw, hallelujah, Jesus healed the blind man. Some days before they saw Jesus healed a leper person. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടതാണ് യേശു അനേകരെ സൗഖ്യമാക്കുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടതാണ് യേശു കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു? യേശു നടന്നു പോകുന്നു. പ്രകൃതി നിയമങ്ങളെ പോലും ഹല്ലേലൂയ
ഭേദിച്ചുകൊണ്ട് അസാധ്യതകളെ സാധിപ്പിക്കുന്ന ഒരു യേശുവിനെ അവർ കണ്ടിട്ടും അവർ പറയുകയാണ് 200 സിൽവർ കോയിൻസ് ഇറ്റ് ഇസ് നോട്ട് ഇനഫ്. 200 വെള്ളിക്കാശ് ഇത് പോരാ എന്ന് അവർ വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ആ ചെറിയ വിശ്വാസമുണ്ടല്ലോ, ഈ ചെറിയ വിശ്വാസം കണ്ടിട്ട് യേശു ആ വിശ്വാസത്തിനകത്തും അവരോടൊന്നും ഒരു പ്രതിവാദം പറയാതെ ആ ചെറിയ വിശ്വാസത്തെ പോലും അവർക്ക് മാന്യതയാക്കി മാറ്റിക്കൊടുക്കാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ നാളുകളിൽ അനവധി അത്ഭുതങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ കണ്ടവരാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതമെങ്കിലും ലഭിക്കാത്ത ആരെങ്കിലും ഇന്ന് ഈ പകൽക്കാലം ഈ രാത്രിയിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതം പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയാൻ ആർക്കും കഴിയത്തില്ല. ലോർഡ് ഹാസ് മെയ്ഡ് മെനി തിങ്സ് ഇൻ യുവർ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച രക്ഷ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം. ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ചില കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? പ്രൈസ് ദി ലോർഡ്. അവരോട് ചോദിച്ചാൽ പറയും just believed in Jesus Christ. അവരെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞു, I just asked, do you believe in Jesus Christ? They said, yes, I believe in Jesus. When you just said with your mouth that I believe in Jesus Christ, such a salvation has rendered to your life. ഒരു നിത്യരക്ഷ നിങ്ങൾക്ക് ഒരുക്കി തന്നത് കേവലം ഒരു വിശ്വാസമാണെങ്കിൽ, that little faith that God made you to enter into that kingdom, ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തക്ക നിലയിൽ hallelujah, God made your little faith such a marvelous and wonderful thing. അങ്ങനെയെങ്കിൽ hallelujah, ശിഷ്യന്മാരോടും യേശു അത് തന്നെയാണ് അഭിസംബോധന ചെയ്ത് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം ചെറുതാണെങ്കിലും, ഈവൻ ദോ യുവർ ഫെയ്ത്ത് ഇസ് ലിറ്റിൽ, അതിനെ വലുതാക്കാൻ എനിക്ക് കഴിയും. അതിനെ ദൈവനാമ മഹത്വത്തിനായി അതിനെ അത്ഭുതകരമാക്കി മാറ്റുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും വിശ്വാസം പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ കാലതാമസം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ടാകാം. മേ ബി ഇറ്റ് ടുക്ക് എ ടൈം, സം ടൈം ഇറ്റ് പ്രൊലോങ്ഡ്. ചില സമയങ്ങൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ചെലവിടേണ്ടി വന്നേക്കാം. എങ്കിലും നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒരു പോയിന്റിൽ പോലും നിങ്ങളുടെ വിശ്വാസത്തിനൊരു പരാജയം ഉണ്ടായിട്ടില്ല. കർത്താവിനെ വിശ്വസിച്ച് ആരും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിനെ പിൻപറ്റിയവർ ആരും പരാജയപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഒരു ചെറിയ വിശ്വാസം കഴിക്കാൻ കഴിഞ്ഞവർക്കും അതിൻ്റെ മാന്യത ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രികാലം എത്രമാത്രം വിശ്വാസം നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നൽകാനായിട്ട് കഴിയും? അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. ദാറ്റ് മീൻസ് ഇഫ് യു ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത്, ഒരു ചെറിയ വിശ്വാസമെങ്കിലും ഇന്ന് എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു ചെറിയ വിശ്വാസമെങ്കിലും നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ, ഒരു ചെറിയ വിശ്വാസമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഈ മലയോട് നീങ്ങിപ്പോകാൻ കൽപ്പിക്കാൻ കഴിയുമെന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന വിശ്വാസം ഈ മലയോട് കൽപ്പിച്ചാൽ അത് കടലിൽ പോയി പതിക്കുമെന്ന് തന്നെ മത്തായിയുടെ സുവിശേഷം മറ്റൊരു ഭാഗത്തും വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ വിശ്വാസം ഇന്ന് പകൽക്കാലം എക്സസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ വലിയ വിശ്വാസ വീരന്മാരുടെ വിശ്വാസത്തിൻ്റെ അനുഭവം ഒന്നും പ്രാപിച്ചില്ലെങ്കിലും ഒരു ചെറിയ വിശ്വാസം നിങ്ങൾക്കൊന്ന് എക്സസൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു ചെറിയ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ, ദൈവത്തിന് അത്ഭുതകരമായ ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താനായിട്ട് കഴിയും. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് us എ ലിറ്റിൽ ഫെയ്ത്ത്. ഒരു ചെറിയ വിശ്വാസത്തെ പോലും മാന്യതയാക്കി മാറ്റാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അളവുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ശിഷ്യന്മാർക്കുണ്ടായതുപോലെ തന്നെ ഒരു ചെറിയ വിശ്വാസം ഒന്ന് കാണിക്കാൻ, ഒന്ന് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ മാന്യതയാക്കി അത് മാറ്റുവാനായിട്ടിടയായിത്തീരും. ഇന്ന് രാത്രികാലം എത്ര പേർക്ക്, ഇന്ന് ഈവനിങ് ടൈമിൽ, ഈ സന്ധ്യാസമയത്ത് എത്ര പേർക്ക് എൻ്റെ വിശ്വാസം എനിക്കൊന്ന് കാണിക്കണം, എൻ്റെ വിശ്വാസം അത് ചെറുതാണെങ്കിലും ഐ നീഡ് ടു മാനിഫെസ്റ്റ് ഇറ്റ്, അത് എനിക്കൊന്ന് പ്രദർശിപ്പിക്കാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മൂന്നാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഗോഡ് ഈസ് ദ ലോർഡ് ഓഫ് ലിറ്റിൽ തിങ്സ്. ചെറിയ കാര്യങ്ങളുടെയും ഹല്ലേലൂയ അതിനകത്തൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിച്ചാൽ അതിന് 34 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഒരു ബാലൻ അവിടെ ഉണ്ടായിരുന്നല്ലേ. അവന് എന്ത് ചെയ്തു? അവനോട് നമുക്ക് വായിക്കാം 38-ാമത്തെ വാക്യം. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 മീനുമുണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. ഒരു ചെറിയ ബാലൻ്റെ ലഞ്ച് ബോക്സ് ആണ് അല്ലേ. അതിനകത്ത് 5 അപ്പവും 2 മീനും. ഇറ്റ് ഈസ് നത്തിങ് അല്ലേ. 5 അപ്പം എന്ന് പറഞ്ഞാൽ 5 loaves and 2 fishes. വലിയ സാൽമോണൊന്നും ആയിരിക്കത്തില്ല, ചെറിയ മത്തി പോലെ 2 മീനായിരിക്കും അതിനകത്തുള്ളത്. 2 മീനും കുറച്ച് അപ്പവും അല്ലെങ്കിൽ റൊട്ടിയും വെച്ചുകൊണ്ട് ഈ ബാലൻ തൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. ആരോ അവനെ കണ്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. എന്നാൽ യേശു പറഞ്ഞത്, ബ്രിങ് ദാറ്റ് ടു മീ. അതെൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഇറ്റ് സീംസ് വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇറ്റ് മൈറ്റ് ബി ഇൻസിഗ്നിഫിക്കൻറ്റ്. എന്നാൽ ദൈവത്തിന് അതിനെ പ്ലെൻറ്റിഫുള്ളാക്കാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അല്പമേ ഉള്ളത് കൊടുക്കാൻ തയ്യാറായാൽ ദൈവം അതിനെ വിശാലപ്പെടുത്തുവാനായിട്ട് കഴിയും. നമുക്കറിയാം തിരുവചനത്തിൽ അനേകരുടെയും ഹല്ലേലൂയ അപ്രോച്ച്, ദൈവം മുമ്പാകെയുള്ള അവരുടെ സമീപനം. മോശ ഉപയോഗിച്ച വടി എന്ന് പറയുന്നത് നിലത്തിട്ടപ്പോൾ സർപ്പമാകാനും മാത്രവുമല്ല ചെങ്കടൽ നേരെ നീട്ടിയപ്പോൾ അത് 2ആയി വിഭാഗിക്കത്തക്ക നിലയിൽ ഈ ശക്തി പുറപ്പെട്ടത് ഒരു മാജിക്കൽ സ്പെൽ, മാജിക്കൽ സ്റ്റിക്ക് എവിടുന്നെങ്കിലും ദൈവം അവന് കൊടുത്തതല്ല. അവൻ ഹല്ലേലൂയ മിസ്രൈമിലായിരുന്നപ്പോൾ അവിടുന്ന് ഓടിച്ചപ്പോൾ എവിടുന്നോ കിട്ടിയ വടി, എവിടുന്നോ അവൻ്റെ കൊടുത്തു വിട്ട വടി, അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന സാധാരണ ഉണക്കവടി. എന്നാൽ ഈ ഉണക്കവടിക്കകത്ത് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ശ്രേഷ്ഠതയാണ്. ചെങ്കടലിന് മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ ഈ വടി നീട്ടിയപ്പോൾ ആ ചെങ്കടൽ 2ആയി പിളർന്നത് നമ്മൾ കണ്ടു. ഈ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നത് നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ സംതിങ് ദാറ്റ് ഈസ് വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. ഏലിയാവ് ഉപയോഗിച്ച് കീറാറായ പുതപ്പ് ഹല്ലേലൂയ യോർദാൻ്റെ മേൽ അടിച്ചപ്പോൾ യോർദാൻ 2ആയി വിഭാഗിച്ചു. ആ നനഞ്ഞ പുതപ്പ് ഹല്ലേലൂയ ഉപയോഗിക്കാൻ പറ്റാത്ത പുതപ്പ് ഏലീശയ്ക്ക് ലഭിച്ചപ്പോൾ അതേ പുതപ്പ് കൊണ്ട് തന്നെ വീണ്ടും യോർദാനെ 2ആയി വിഭാഗിക്കാൻ കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ ആ പുതപ്പിന്റെ ശ്രേഷ്ഠതയല്ല, the one it is committed to his land. ദൈവത്തിന്റെ കരത്തിലേക്ക് അത് കൊടുത്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുത്തപ്പോൾ സാരെഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും ഹല്ലേലൂയ ദൈവകരത്തിൽ ദൈവദാസന് ഹല്ലേലൂയ പ്രവാചകന് നൽകിയപ്പോൾ അത് ഹല്ലേലൂയ അവരുടെ ക്ഷാമം മാറ്റത്തക്ക നിലയിൽ ദൈവത്തിന് അതിനെ മാറ്റാൻ കഴിഞ്ഞു. So the Lord is the of the little things. ചെറിയ കാര്യങ്ങളിൽ പോലും അതിശയം ചെയ്യാൻ കഴിയുന്നവനാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ സാക്ഷാൽ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ he just took as hallelujah a woman that is called Mary. മറിയയുടെ ഉദരഫലത്തെ സ്വീകരിച്ചപ്പോൾ he was even hallelujah using an infirmed അല്ലെങ്കിൽ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു മറിയയുടെ ഗർഭപാത്രം എൻ്റെ കർത്താവ് ഉപയോഗിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇഫ് വി ആർ ഏബിൾ ടു സബ്മിറ്റ് അവർ ലിറ്റിൽ തിങ്സ്, എൻ്റെ അല്പമേ ഉള്ളത് ദൈവത്തിന് നൽകാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞാൽ, എൻ്റെ അല്പമേ ഉള്ളത് ദൈവത്തിന് നൽകാൻ കഴിഞ്ഞാൽ ദൈവം അതിനെ അത്ഭുതകരമായി ഹല്ലേലൂയ വഴി നടത്താനായിട്ട് കഴിയും. ഈ 200 വെള്ളിക്കാശ് കൊണ്ട് ഹല്ലേലൂയ അവർ പറഞ്ഞു അവരെ ഒഴിവാക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും അല്ല, ഒഴിവാക്കുന്നത് ഒരു പരിഹാരമല്ല. അവർക്ക് മനസ്സിലായി ഗെറ്റിംഗ് റിഡ് ഓഫ് ദ പ്രോബ്ലം ഈസ് നോട്ട് എ സൊല്യൂഷൻ. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ even we face various kinds of problems, getting rid, going away from the problem is not a solution. Rather hallelujah you have to give it to Christ. യേശുവിൻ്റെ കരത്തിലേക്ക് അതൊന്ന് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ശിഷ്യന്മാർക്കുണ്ടായ പല ഓപ്ഷൻസ്, ഒന്ന് ഇവരെ ഉപേക്ഷിക്കാമെന്നുള്ളതായിരുന്നു, 2 നമുക്ക് ഫണ്ട് റേസിങ് ചെയ്യണമെന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 അവരുടെ ഓപ്ഷൻ ഞങ്ങളുടെ ഇച്ചിരി ഉണ്ട്, തികയത്തില്ല എന്നുള്ളതാണ്. ഈ 3 കാര്യവും ദൈവത്തിൻ്റെ മുന്നിൽ വില പോകത്തില്ല. ദൈവത്തിന് വേണ്ടത് ജസ്റ്റ് ഹാവ്
ലെറ്റ് മീ ഹാവ് ദാറ്റ്. അതിങ്ങ് എൻ്റെ ഈ തന്നേര്. പ്രൈസ് ദി ലോർഡ്. അതിനെ വിശാലപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഹല്ലേലൂയ, എൻ്റെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ശുശ്രൂഷാനുഭവത്തിൽ പലപ്പോഴും കഴിവുണ്ടായിട്ടല്ല, കഴിവിൻ്റെ ശ്രേഷ്ഠതയല്ല, മിടുക്കുണ്ടായിട്ടല്ല, ബുദ്ധി ഉണ്ടായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെടാൻ തയ്യാറാകുമ്പോൾ പല അനുഭവങ്ങളിലും പല അവസരങ്ങളിലും ദൈവം ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി നൽകാൻ കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ ബലഹീനമായത്, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ദൈവത്തിന് നൽകാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് അതിന് ഉപയോഗിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവ് ദൈവത്തിന് വേണ്ട, നമ്മുടെ സാമർത്ഥ്യം ദൈവത്തിന് വേണ്ട, നമ്മുടെ എബിലിറ്റി ദൈവത്തിന് വേണ്ട, നമ്മുടേതായ യാതൊന്നും ദൈവത്തിന് വേണ്ട. നമുക്കുള്ളത് ദൈവത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ ദൈവം അതിനെ മാന്യതയാക്കി മാറ്റും. ദൈവം അതിനകത്തൊരു അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ശിഷ്യന്മാരുടെ ഭയം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ലിറ്റിൽ ഫിയർ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ വിശ്വാസം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതേ ഉള്ളു കയ്യിൽ, ഇതുകൊണ്ട് എന്ത് സാധിക്കും? ഹല്ലേലൂയ. അത്ഭുതങ്ങളെ കണ്ട ശിഷ്യന്മാർ, അടയാളങ്ങൾ കണ്ട ശിഷ്യന്മാർ വിശ്വാസം കുറഞ്ഞു പോയി. എങ്കിലും ദൈവം ആ ചെറിയ വിശ്വാസത്തിലും അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത് ഞാൻ പറഞ്ഞത്, അവരുടെ അല്പമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. The things are very less, but the Lord of God is a God of miracles. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മുടെ അല്പമായിട്ടുള്ളത് നൽകാനായിട്ട് തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയാണോ ആ അപ്പവും അല്ലെങ്കിൽ ആ 5 അപ്പവും 2 മീനും ദൈവം അതിനെ വിശാലപ്പെടുത്തിയത്? ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്, 12 കൊട്ടയാകെ അവിടെ ഉണ്ടായിരുന്നുള്ളായിരിക്കാം. ഇറ്റ് വാസ് വെരി ലെസ് ബാസ്ക്കറ്റ്സ്. എന്നാൽ 5000 പേര് കഴിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് അവിടുന്ന് സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കർത്താവ് അവിടുന്ന് അപ്പം നുറുക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇറ്റ് വാസ് ബീൻ സ്പ്ലെൻഡിഡ്. ഒരു സ്പ്ലെൻഡിഡായിട്ട് അത് എല്ലാവർക്കും ഇങ്ങനെ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ കർത്താവിനൊന്നും അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രികാലം ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. യു മേ ബി തിങ്കിങ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇനി അതിനുള്ള സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ, മേ ബി അതൊരു രോഗമായിരിക്കാം, മേ ബി അത് നമ്മുടെ ജോലി ഉപജീവനത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ആയിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങൾ തലമുറകളുടെ വിഷയത്തിലായിരിക്കാം. എന്തെങ്കിലും അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുക്കാൻ തയ്യാറാകാമോ? ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കരത്തിലേക്ക് അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അതിനെ നമുക്ക് വേണ്ടി അത്ഭുതകരമാക്കി മാറ്റാൻ കഴിയും. ഈ രാത്രികാലം ചെറിയൊരു വിശ്വാസം മതി. ഇഫ് യു ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത്, അത് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒന്ന് എക്സസൈസ് ചെയ്തേ ദൈവം അതിനകത്തൊരു അത്ഭുതം ചെയ്യുന്നത് കാണാം. പലപ്പോഴും നമ്മുടെ വിശ്വാസം 0-യിൽ കിടക്കുന്നതുകൊണ്ട് പലതും കാണുന്നില്ല. യു ജസ്റ്റ് ക്യാൻ ലിഫ്റ്റ് യുവർ ഫെയ്ത്ത് എ ലിറ്റിൽ ബിറ്റ്. അല്പം വിശ്വാസം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവം ചില അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമോ? എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ? എൻ്റെ ആ ചെറിയ വിശ്വാസത്തെ ഞാനൊന്ന് സമർപ്പിക്കുകയാണ് കർത്താവേ. എൻ്റെ അല്പമായതുള്ളത് ഞാൻ നിനക്ക് തരികയാണ്. എൻ്റെ കഴിവോ എൻ്റെ ടാലൻറ്റോ എൻ്റെ മിടുക്കോ എന്തൊക്കെ തന്നെ ആയിക്കൊള്ളട്ടെ, അത് ഞാൻ നിനക്ക് വേണ്ടി തരാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഭയപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്, അത് ദൈവത്തിന് മുമ്പിൽ ചെറുതാണെന്ന് ഞാൻ ബോധ്യപ്പെടുകയാണ്. എൻ്റെ ഭയം എന്നെ സംബന്ധിച്ച് വലുതാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ അത് വളരെ നിസ്സാരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.